പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു 200 ഗ്രാം പരിപ്പ്, നമ്മൾ ചെറുപയർ പരിപ്പില്ലാതെ നമ്മൾ കഴുകി ഞാൻ വെള്ളം കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് നല്ലപോലെ എണ്ണയ്ക്കകത്തൊന്ന് നെയ്ക്കകത്തൊന്ന് നമ്മൾ നല്ലൊന്ന് ആദ്യം വറുത്തെടുക്കണം. വറുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ 1/2 കിലോ ശർക്കര, ഇതുപോലെ നമ്മൾ ഈ ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ അരിച്ച് ചേർക്കാനത്, അല്ലെങ്കിൽ കല്ലൊക്കെ കാണും, അതുകൊണ്ട്. പിന്നെ ഞാൻ ഒരു തേങ്ങയുടെ, ഇത് 2ാം പാലും 3ാം പാലും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ തലപ്പാൽ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഒരു 2-3 സ്പൂൺ നെയ്യ് വേണം നല്ലതുപോലെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നെയ്യ് 2-3 സ്പൂൺ വേണം, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കപ്പലണ്ടിയും കിസ്മസും ഒക്കെ ഇതൊക്കെ ഒന്ന് വറുത്ത് ചേർക്കാം. ഞാൻ ആദ്യം തന്നെ നെയ്യ് ഒന്ന് ചൂടാക്കി നമുക്ക് ഈ പരിപ്പ് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാനൊരു കുക്കറാണ് വെച്ചിരിക്കുന്നത്. കുക്കറാകുമ്പോൾ നമുക്ക് വിസിലടിക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് പരിപ്പ് വെന്ത് കിട്ടാൻ വേണ്ടി. ഇപ്പം ഞാനൊരു 3 സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് നമുക്ക് ഒഴിക്കാം. പ്രഥമനൊക്കെ ആകുമ്പോൾ നല്ലപോലെ ഒരു നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ആ നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ പരിപ്പ് കഴുകി വാരി വെച്ചിരിക്കുന്ന വെള്ളം കളഞ്ഞ് വറുത്ത് വെക്കണം. നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഒട്ടും പച്ചമണം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപ്പ് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാണെങ്കിൽ 2ാം പാലും 3ാം പാലും ഒഴിച്ചാൽ കുഴപ്പമില്ല, ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പരിപ്പൊന്ന് വെള്ളം ഒഴിച്ച് വേവിച്ച് നല്ലപോലെ ഉടച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. പരിപ്പ് ഇത് കണ്ട് ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട്. നല്ല നെയ്ക്കകത്ത് മൂത്ത് കഴിയുമ്പം തന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പം നമുക്കറിയാം പരിപ്പ് മൂത്തൊന്ന്. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഈ കണക്കിന് മതി. ഇനിയും വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം ഇത് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പരിപ്പ് നല്ല സോഫ്റ്റായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിനി ഈ കുക്കറിൽ ഒരു അടപ്പ് വെച്ച് അടച്ച ഒരു 3-4 വിസിൽ വരെ വെക്കണം. അല്ല നല്ലപോലെ സോഫ്റ്റ് ആവണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും കൂടി വേവിപ്പിക്കണം. നമുക്കിപ്പോൾ ഇത് അടച്ചു വെക്കാം. ഞാനൊരു 4 വിസിലായപ്പം ഗ്യാസ് ഓഫാക്കി വെച്ചതാണ്. ഇപ്പം കുക്കറിൻ്റെ കാറ്റൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പ് നല്ല വെന്തിരിക്കുവാണിപ്പോൾ. നമുക്കിതൊരു തവിയും കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തിട്ട് വേണം പിന്നെ നമ്മൾ ഈ 2ാം പാലും 3ാം പാലും ചേർക്കാൻ. ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ പരിപ്പൊക്കെ നല്ലതുപോലെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2ാം പാലും 3ാം പാലും കൂടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതങ്ങോട്ട് ചേർക്കാം. ഇത് നമ്മൾ നല്ലതുപോലെ തിളച്ച് ഒന്നും കൂടി ഇത് ഈ പരിപ്പെല്ലാം മിക്സ് ആകുന്നത് വരെ ഞാൻ ഗ്യാസ് ഓണാക്കുകയാണ്. തിളച്ച് പരിപ്പൊക്കെ നല്ലൊന്ന് കുറുകുന്നത് വരെ നമുക്ക് ഇളക്കാം. നമ്മൾ ശർക്കരയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി നല്ല കുറുകിയിട്ടുണ്ട്. ഈ പരുവത്തിൽ ഇരുന്നാൽ മതി നമ്മുടെ പരിപ്പ് പ്രഥമന്. നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന കപ്പലണ്ടിയും കിസ്മസും ഒക്കെ ഇതിനകത്തൊന്ന് വറുത്ത് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തലപ്പാലും ചേർക്കണം. ഞാൻ ആദ്യം ഈ കപ്പലണ്ടിയും കിസ്മസും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഗ്യാസ് ഓഫ് ആക്കുവാണ്. ഞാനൊരു പാൻ വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കപ്പലണ്ടിയും കിസ്മസും ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇത് 2ആയിട്ട് വറുക്കാം. കിസ്മസ് പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി വരുന്നേക്കത്, കപ്പലണ്ടിക്ക് ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ 2ആയിട്ടാണ് വറുക്കുന്നത്. കപ്പലണ്ടി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഇത് എടുക്കാം. ആ നെയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ഈ കിസ്മസ് കൂടെ വറുത്തെടുക്കാം. കിസ്മസും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടി മാറ്റാം. നമുക്കിതെല്ലാം ആദ്യം തലപ്പാൽ ഒഴിക്കാം നമുക്ക് പായസത്തിനകത്ത്, പിന്നെ ഇത് ചേർക്കാം. നമുക്കിപ്പോൾ ഈ തലപ്പാൽ ഞാൻ ചേർക്കുവാണ്, തേങ്ങാപ്പാൽ. നമ്മളിത്
ഈ പരിപ്പ് പ്രഥമൻ ഇച്ചിരി നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ല കുറുകി വരും. അതുകൊണ്ട് ഒത്തിരി കുറുക്കിയല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ചേർക്കുവാണ്. ഒരു 5-6 ഏലക്ക പൊടിച്ചത് നമുക്ക് ചേർക്കാം. ഇപ്പം ഒരു ചെറിയ സ്പൂണ് ചുക്ക് പൊടിയും കൂടിയും ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മൾ തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കല്ലേ, അതുകൊണ്ട് പിന്നെ ഓഫാക്കിയിട്ട് വേണം ഒഴിക്കാൻ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കപ്പലണ്ടിയും കിസ്മസും ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. അപ്പം നമ്മുടെ പരിപ്പ് പ്രഥമൻ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഈ വിഷുവിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ചെറുപയർ പരിപ്പൊക്കെ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും. നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.